ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ക്ലാസ്സസ്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ദ മാജിക് റിംഗ് എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും വായനാഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും കഥ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ ഫ്രണ്ട്സ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. The flight. Don't worry, my little boy. I will take you home soon, the crane said. The crane fluttered its wings. Abin clung to its legs. The crane rose into the sky again. They flew over mountains and across valleys. Now we are flying over the sea, the crane said. Abin looked down. He saw the deep blue sea. The waves were playing with the wind. My home, Abin cried. The crane flew down. ഈ വായനാഭാഗത്ത് ക്രെയിൻ അബിനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട കുട്ടി. ഐ വിൽ ടേക്ക് യു ഹോം സൂൺ, ദ ക്രെയിൻ സെഡ്. ക്രെയിൻ അബിനോട് പറയാണ്, നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിൽ എത്തിച്ചു തരാം. ദ ക്രെയിൻ ഫ്ലട്ടേഡ് ഇറ്റ്സ് വിങ്സ്. ക്രെയിൻ അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി, ചിറകടിച്ച് വിടർത്തി. അബിൻ ക്ലങ് ടു ഇറ്റ്സ് ലെഗ്സ്. ആ ക്രെയിൻ്റെ കാലുകളിൽ അബിൻ മുറുകെ പിടിച്ച് തൂങ്ങിക്കിടന്നു. ദ ക്രെയിൻ റോസ് ഇൻ ടു ദ സ്കൈ അഗെയിൻ. ക്രെയിൻ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. ദേ ഫ്ലൂ ഓവർ മൗണ്ടൻസ് ആൻഡ് അക്രോസ് വാലീസ്. താഴ്വാരങ്ങളുടെയും മലകളുടെയും മുകളിലൂടെ, മൗണ്ടൻ്റെയൊക്കെ മുകളിലൂടെ അവർ ഇങ്ങനെ പറന്നു പോയി. നൗ വി ആർ ഫ്ലൈയിങ് ഓവർ ദ സീ, ദ ക്രെയിൻ സെഡ്. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത് എന്ന് ക്രെയിൻ അബിനോട് പറഞ്ഞു. അബിൻ ലുക്ക് ഡൗൺ. അബിൻ താഴേക്ക് നോക്കി. ഹി സോ ദ ഡീപ് ബ്ലൂ സീ. നീല അഗാധമായ ആ കടൽ അവൻ താഴെ കണ്ടു. ദ വേവ്സ് വേ പ്ലേയിങ് വിത്ത് ദ വിൻഡ്. തിരമാലകൾ കാറ്റുമായിട്ട് കളിക്കുന്നതാണ് അവൻ അവിടെ കാണുന്നത്. മൈ ഹോം, എൻ്റെ വീട്. അബിൻ ക്രൈഡ്. ഉച്ചത്തിൽ ക്രെയിനോട് പറയാണ്, അതാ എൻ്റെ വീട്. ദ ക്രെയിൻ ഫ്ലൂ ഡൗൺ. ക്രെയിൻ സാവധാനം താഴേക്ക് പറന്ന് ഇറങ്ങി. റീയൂണിയൻ. അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ്. ലുക്ക്, ദാറ്റ്സ് മൈ ഹോം, Abin yelled in joy. The crane almost touched the ground. Mum, Abin called out and ran to his home. Abin turned to say goodbye to the crane, but the crane had disappeared in the sky. Abin's father and mother came out. ഈ വായനാഭാഗത്ത് അബിൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്തിച്ചേരുന്ന രംഗമാണ് വിവരിക്കുന്നത്. അബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ്. തിരമാലകളുടെ ശബ്ദം അവൻ കേട്ടു. ലുക്ക്, ദാറ്റ്സ് മൈ ഹോം. അങ്ങോട്ട് നോക്കൂ, അതാണ് എൻ്റെ വീട്. അബിൻ യെൽഡ് ഇൻ ജോയ്. സന്തോഷം കൊണ്ട് അവൻ ഒച്ചത്തിൽ പറയുകയാണ്. ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട്. ക്രെയിൻ ഏകദേശം നിലത്ത് മുട്ടിയില്ല എന്ന അവസ്ഥയിലെത്തി. മം, അമ്മേ. അബിൻ കോൾഡ് ഔട്ട് ആൻഡ് റാൻ ടു ഹിസ് ഹോം. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. അബിൻ ടേൺ ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ. തന്നെ ഈ വീട്ടിൽ തിരികെ കൊണ്ടെത്തിച്ച ആ ക്രെയിന് ഒരിക്കൽ നന്ദി പറയാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കി. ബട്ട് ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയേർഡ് ഇൻ ദ സ്കൈ. പക്ഷേ അപ്പോഴേക്കും ക്രെയിൻ ആകാശത്തിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട്. അബിൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഐ എം സോറി മൈ ഡിയർ, വേർ വേർ യു, ഫാദർ ആസ്ക്ഡ്. Hugging Abin tightly, Abin wanted to tell them all about the magic ring, the crane, the deer, the lion, but nothing came out. Words choked in his throat. Come dear, let's go inside, mother said. Abin looked at the sky again. I am sorry my dear. അച്ഛൻ മകനോട് അവിടെ ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. വേർ വേർ യു, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഫാദർ ആസ്ക്ഡ്, ഹഗ്ഗിങ് അബിൻ ടൈറ്റ്ലി. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ ചോദിക്കുകയാണ്, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു?
Abin want to tell them all about the magic ring, the crane, the deer, the lion. അബിൻ തൻ്റെ മാജിക് റിങ്ങിനെ കുറിച്ചും ക്രെയിനിനെ കുറിച്ചും മാനിനെ രക്ഷിച്ചതും സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതും അങ്ങനെ എല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് നത്തിങ് കെയിം ഔട്ട്. പക്ഷെ ഒന്നും അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. വേർഡ്സ് ചോക്ഡ് ഇൻ ഹിസ് ത്രോട്ട്. ശബ്ദം അവൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടന്നു. ഒന്നും പറയാൻ അവന് കഴിഞ്ഞില്ല. കം ഡിയർ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്, മദർ സെഡ്. അമ്മ അവനോട് പറഞ്ഞു, മോനെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അബിൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ. ഒരു വട്ടം കൂടി ആ ക്രെയിനെ കാണാൻ വേണ്ടി അവൻ ആകാശത്തേക്ക് നോക്കി. വെയർ ഹാസ് ദ ക്രെയിൻ ഗോൺ? അബിൻ ലുക്ക്ഡ് അപ്പ്. ഹി സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. എ സ്മൈൽ അപ്പിയർഡ് ഓൺ അബിൻസ് ഫേസ്. വെയർ ഹാസ് ദ ക്രെയിൻ ഗോൺ? ക്രെയിൻ എവിടെ പോയിരിക്കുന്നു? അബിൻ ലുക്ക്ഡ് അപ്പ്. അവൻ ആകാശത്തേക്ക് വീണ്ടും നോക്കി. ഹി സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. പക്ഷേ ക്രെയിനെ കാണാൻ കഴിഞ്ഞില്ല. ക്രെയിനിൻ്റെ ഒരു വെള്ളത്തൂവൽ ആകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് അവൻ കണ്ടു. എ സ്മൈൽ അപ്പിയർഡ് ഓൺ അബിൻസ് ഫേസ്. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് അബിൻ. അച്ഛനും അബിനും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് എഴുതാനുള്ളത്. അച്ഛനാണ് ഇവിടെ സംഭാഷണം തുടങ്ങുന്നത്. എങ്ങനെയാണ് സംഭാഷണം? ഫാദർ, ഐ എം സോറി മൈ ഡിയർ, വേർ വേർ യു? അപ്പോൾ അബിൻ എന്താ പറയുന്നത്? ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്. ഫാദർ, ഫോറസ്റ്റ്? ഹൗ ഡിഡ് യു റീച്ച് ദെയർ? നീ എങ്ങനെയാണ് അവിടെ എത്തിയത്? അബിൻ, ദാറ്റ് ഫിഷ് ഗേവ് മീ എ മാജിക് റിംഗ്. ആ മത്സ്യം എനിക്കൊരു മാജിക് റിംഗ് തന്നു. എ മാജിക് റിംഗ്? മാജിക് റിംഗോ? അബിൻ, യെസ് ഫാദർ, അതെ അച്ഛ. That magic ring helped me to save a deer and rescued myself from a lion. ആ മാജിക് റിങ് ഒരു മാനിനെ രക്ഷിക്കാൻ എന്നെ സഹായിച്ചു. മാത്രമല്ല എന്നെ തന്നെ ഒരു സിംഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫാദർ, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, താങ്ക്സ് ടു ദാറ്റ് ഫിഷ് ഫോർ സേവിങ് മൈ ചൈൽഡ്. എൻ്റെ കുട്ടിയെ രക്ഷിച്ചതിന് ആ മത്സ്യത്തിനും ദൈവത്തിനും നന്ദി പറയുകയാണ് അച്ഛൻ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നുണ്ട്. ആകാശത്തിലൂടെയുള്ള യാത്രയിൽ താഴേക്ക് നോക്കിയപ്പോൾ അബിൻ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുപോലെ കൂട്ടുകാർ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ബീച്ച്, പ്ലേസസ് വിസിറ്റഡ് ഏതൊക്കെയാണ്? ബീച്ച്, സൂ, ഗാർഡൻ, പാർക്ക്, മാർക്കറ്റ്, ഷോപ്പിംഗ് മാൾ, തിയേറ്റർ, മ്യൂസിയം. ഇതൊക്കെയാണ് കൂട്ടുകാർ സന്ദർശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള വിവിധ സ്ഥലങ്ങൾ. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? ഫിൽ ഇൻ ദ വേർഡ് വെർബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. കൂട്ടുകാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബീച്ച് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാം അല്ലേ, കടൽ തീരമാണ്. ഇനി ബീച്ചുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങളാണ് എഴുതേണ്ടത്. സീഷോർ, ബോട്ട്സ്, സീ, വേവ്സ്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിരിക്കുന്ന വാക്കുകൾ. അടുത്തത് അതിന് തുടർച്ചയായിട്ട് യൂസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വേർഡ് വെർബ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ബീച്ചിനെ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച്. ഐ ലൈക്ക് ടു സീ ദ ബ്ലൂ സീ. ദർ ആർ മെനി ബോട്ട്സ് സെയിലിംഗ് ഇൻ ദ സീ. Huge waves are moving back and front. I like to build sand homes in the seashore. ഇതുപോലെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയ പ്ലേസിനെ കുറിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി മൈ വേർഡ്സ് എന്നുള്ളതാണ്. പേജ് നമ്പർ 92-ലുള്ളത്. ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് പറയുക. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഫിൽ ദ ബോക്സസ് വിത്ത് വാട്ട് ദേ സജസ്റ്റ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് ആരാണെന്ന് പറയണം. നോക്കിയേ. ഐ ആം എ ബേർഡ്. ഐ ക്യാൻ ഫ്ലൈ ഹൈ. കൈറ്റ്. അവർ ഹോം ഈസ് ദ സീ. വി കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്. വേവ്സ്. ഐ പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഐ ഗിവ് കളേഴ്സ് ടു ദ ബേർഡ്സ്. മൈ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ എഫ്. അവിടെ ഫെദർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഐ ആം എ വൈറ്റ് ബേർഡ് വിത്ത് ലോങ് ബീക്ക്. ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി. അത് ക്രെയിൻ ആണ്. നെക്സ്റ്റ് ഐ ആം ബിഗർ ദാൻ എ ഹിൽ. റിവേഴ്സ് സ്റ്റാർട്ട് ഫ്രം മീ. മലയേക്കാൾ വലുതാണ് പുഴകൾ എന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മൗണ്ടൻ ആണ്.
യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ. നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യും പക്ഷേ കാണാൻ കഴിയില്ല. വെൻ ഐ ബ്ലോ ദ ട്രീസ് സ്വേ. ഞാൻ ഊതുമ്പോൾ എന്താണ് മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. വിൻഡ്, കാറ്റാണത്. അടുത്ത് പീപ്പിൾ വെയർ മീ ഓൺ ദർ ഫിംഗേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ആളുകൾ എന്നെ കയ്യിൽ ധരിക്കുന്നു, ഞാൻ റൗണ്ടാണ് എൻ്റെ ആകൃതി എന്നാണ് പറയുന്നത്. റിങ്, മോതിരം. നെക്സ്റ്റ് ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്. ഞാൻ മണ്ണുകൊണ്ട് മുഴുവൻ മൂടിയിരിക്കുകയാണ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ. തിരമാലകൾ വന്ന് എന്നെ ഇടിക്കും. സം കളക്ട് ഷെൽസ് ഫ്രം മീ. ചിലർ എന്നിൽ നിന്നും ഷെല്ലുകൾ ശേഖരിക്കുകയും ചെയ്യും. എന്താണത്? സീ ഷോർ അല്ലേ, കടൽ തീരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത പ്രവർത്തനം ഐ ക്യാൻ എന്നുള്ളതാണ്. നമ്മൾ ഈ പാഠഭാഗം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാം എന്ന് കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ ദർ ആർ മെനി ഈവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. സം ഓഫ് ദ ഹാപ്പൻഡ് ഇൻ ദ സീ ഷോർ ആൻഡ് സം ഓഫ് ദ ഹാപ്പൻ ഇൻ ദ ഫോറസ്റ്റ് അല്ലേ. ചില സംഭവങ്ങൾ കടൽ തീരത്താണ് സംഭവിച്ചത്, ചില സംഭവങ്ങൾ കാട്ടിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ കടൽ തീരത്ത് സംഭവിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്. Abin let the fish go. Abin dug the pit in the sand. Abin carried the big fish. Father told sorry to Abin. Abin saw kites and crows. Abin counted the boats. അപ്പോൾ ഇതിനെ നമ്മൾ ആ സംഭവത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ ഒന്ന് എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു വാക്ക് കിട്ടും. ആ വാക്ക് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മഞ്ഞ നിറങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾ താഴത്തെ കോളത്തിലേക്ക് എടുത്തെഴുതിയാൽ നമുക്ക് ഒരു അർത്ഥമുള്ള നല്ല ഒരു വാക്ക് കിട്ടും. അതെന്താണെന്ന് കൂട്ടുകാർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആ വാക്കുകളെ അതിൻ്റെ ക്രമമനുസരിച്ച് താഴേക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വാക്ക് എന്താണ്? സക്സസ് എന്നുള്ള വാക്കാണ് നമുക്കിവിടെ ലഭിക്കുക. രണ്ടാമത്തത് ഇൻ ദ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ നടന്ന സംഭവങ്ങളാണ്. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ദ വൈൽഡ് ഡോഗ്സ് ചേസ് ദ ഡിയർ. എ ലയൺ അറ്റാക്ഡ് അബിൻ. ദ ക്രെയിൻ സേവ്ഡ് അബിൻ. ദ ക്രെയിൻ സേവ്ഡ് ദ ഡിയർ. അബിൻ റബ്ഡ് ദ മാജിക് റിങ്. ഈ സംഭവങ്ങളെല്ലാം അത് നടന്ന ക്രമമനുസരിച്ച് നമ്മൾ താഴേക്ക് കോളത്തിലേക്ക് മാറ്റി എഴുതുക. മഞ്ഞ നിറങ്ങളിൽ വരുന്ന അക്ഷരങ്ങൾ താഴേക്ക് എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ ക്രമമനുസരിച്ച് താഴേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വാക്ക് വിന്നർ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.